ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഞാൻ ഇത് ഒരു 1 month ആയിട്ട് യൂസ് ചെയ്യുവാണ്. ആക്ച്വലി ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇതെനിക്ക് കൊളാബ് കിട്ടിയതാണ്. പക്ഷേ ഞാൻ ഇതിന്റെ കൊളാബറേഷൻ ആക്ച്വലി ചെയ്തില്ല. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യാതെ എനിക്ക് ഒരിക്കലും ഇവരിത് എനിക്ക് അയച്ചു തന്നിട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എനിക്ക് ഇത് ചെയ്തു തരാമോ എന്നാണ് ചോദിച്ചത്. സോ ഞാൻ റെഡി ആയിരുന്നില്ല. നിങ്ങൾ എൻ്റെ ചാനൽ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനൊരു സാധനം യൂസ് ചെയ്യാതെ ഇന്ന് വരെ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. സോ ഞാൻ സത്യത്തിൽ അത് ചെയ്തില്ല. അവരെനിക്ക് തോന്നുന്നു എന്നെ അങ്ങനെയുള്ള കൊളാബറേഷൻ, അതായത് പ്രൊഡക്റ്റ് തന്നിട്ട് കൊളാബ് ചെയ്യുന്ന അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു അവരെന്നെ ബ്ലോക്ക് ആക്കിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്തില്ല ഗൈസ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഇതിന്റെ കൂടെ 2 ലിപ് ബാം ഉണ്ടായിരുന്നു. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. നൈസ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല, ഇത്രയും സാധനം ഞാൻ യൂസ് ചെയ്തു. ഇതിപ്പോ നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അത്രയും ഇല്ല, ഇതിന്റെ കുറച്ചും കൂടെ താഴെ എത്തി. അതായത് ഓരോ തവണയും ഞാൻ ഒരു പമ്പ് വെച്ചിട്ടാണ് എടുക്കുള്ളൂ. ഒരൊറ്റ പമ്പേ എടുക്കുള്ളൂ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നല്ലൊരു ക്യൂട്ട്, ഇത്ര എടുക്കണ്ടായിരുന്നു. അതായത് എനിക്ക് ഒരു തവണ തേക്കാനുള്ള സാധനമാണ് ഇപ്പൊ പോയത്. ഇങ്ങനെയാണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഒത്തിരി വാട്ടറി അല്ല, എന്നാൽ ഒത്തിരി ക്രീമിയും അല്ല. ഒരു ബേസിക് ഒരു സെറം എങ്ങനെയാണോ അതിന്റെ ടെക്സ്ചർ അത് തന്നെയാണ് വരുന്നത്. കണ്ടോ, ഞാൻ ഇങ്ങനെ താത്തി പിടിച്ചിട്ടും അത് ആ ഒരു ഒഴുകുന്നതിന്റെ ആ ഒരു ഫാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പിങ്ക് ടോൺ ഒന്നും വരത്തില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഇത് കണ്ടോ, ഇപ്പം ആ ശകലം ഒരു പമ്പ് എന്ന് പറയുന്നത് എത്ര ഏരിയ കവർ ചെയ്തെന്നറിയോ? അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫുള്ള് കൈയിന്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫുൾ ഏരിയ കവറായി. കാണാവോ നിങ്ങൾക്ക്? ആ ഒരു കണ്ടോ, ഇത് അപ്ലൈ ചെയ്യാത്ത കൈയും അപ്ലൈ ചെയ്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ അത് നമ്മുടെ ഫേസിലേക്കോ അല്ലെങ്കിൽ കൈയിലേക്കോ കണ്ടോ അത് അബ്സോർബ് ആവുകയും ചെയ്യും. അതായത് ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ആക്കത്തില്ല. ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആക്നി മാർക്കിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതായത് ശരിക്കും നയാസിനമൈഡ് സെറം എന്ന് പറയുന്ന ഒരു സെറം നമുക്ക് തരേണ്ടത് ഡാർക്ക് സ്പോട്ടിനെ മിനിമൈസ് ചെയ്യാൻ, ഡാർക്ക് സ്പോട്ടിനെ കുറയ്ക്കാനും നമ്മുടെ പോഴ്സിനെ, ഓപ്പൺ പോഴ്സിനെ ഒന്ന് മിനിമൈസ് ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഈ പോഴ്സ് എല്ലാം മാറുമെന്ന് ഒരിക്കലും മാറത്തില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്ട്രോബെറി ബ്രൈറ്റ് 10% നയാസിനമൈഡ് സെറം, ഫേസ് സെറം ആണ് വരുന്നത്. 10% നയാസിനമൈഡ് ഉണ്ട്. സോ ഇനീഷ്യലി നമ്മളൊരു 18 ഇയേഴ്സ് ഒക്കെ, അതായത് 18 ഇയേഴ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ടീനേജർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 10%, എന്ത് പ്രശ്നമാണെങ്കിലും ഒരു 10% നയാസിനമൈഡ് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്തെ ഒരു 5% ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഒരു 18 തൊട്ട് നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എന്റെ കയ്യിൽ സെയിം തന്നെ 10% ഡെർമാക്കോടെ 10% നയാസിനമൈഡ് സെറം ഉണ്ട്. ഞാൻ ഇത് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇത് എനിക്ക് പണ്ടൊരിക്കൽ മാറി കിട്ടിയതാണ്. ഞാൻ കെമിക്കൽ എക്സ്ഫോലിയേറ്റർ എന്തോ ഓർഡർ ചെയ്ത ടൈമിൽ എനിക്കിത് മാറി ഈ പ്രൊഡക്റ്റ് വന്ന് ഞാൻ വണ്ടർ അടിച്ച് ഇതെനിക്ക് ചെയ്തു തന്ന സാധനം കണ്ട് ഞാൻ വണ്ടർ അടിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് നയാസിനമൈഡ്. സോ എന്റെ സ്കിൻ കെയറിൽ എപ്പോഴും നയാസിനമൈഡ് ഉണ്ടായിരുന്നു. ഇതിന്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കുറെ നാളായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഇത്രയും സാധനം ഇപ്പോഴും ഇരിക്കുവാണ്. സോ ഞാൻ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഓൾറെഡി അവരുടെ പ്രോഡക്ട്സ് എല്ലാം ക്യൂട്ട് ആണ്. ഇങ്ങനെ തൊപ്പിക്കുട്ടന്മാരെ പോലെ അവരുടെ മോയ്സ്ചറൈസർ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അങ്ങനത്തെ തന്നെ ഒരു ക്യൂട്ട് പാക്കേജ് ആണ്. കണ്ടില്ലേ, രണ്ടും സെറമാണ്. ഇതൊരു നോർമൽ ഒരു ബോട്ടിലാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ക്യൂട്ട് ആണ് കാണുമ്പോൾ. പക്ഷെ നയാസിനമൈഡിനെ ഒരു പെർഫോമൻസ് ബേസ്ഡ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡെർമാക്കോ ആണ് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത്. ഇതും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആക്നീസിന്റെ മാർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് ഇത് തോന്നിയില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാനും അല്ലെങ്കിൽ സ്കിൻ ബാരിയേഴ്സിനെ റിപ്പയർ ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് നയാസിനമൈഡിന്റെ ഈ ഒരു ഡെർമാക്കോ ആണ്. നല്ല രീതിക്ക് പോഴ്സിനെ മിനിമൈസ് ചെയ്യുന്നത് ഇതും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഫാസ്റ്റ് റിസൾട്ട് എനിക്ക് തോന്നുന്നു ഡെർമാക്കോ ആണ് തരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സിങ്ക് PC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്. ഇത് സ്ട്രോബെറി എക്സ്ട്രാക്ട് ആണ് വരുന്നത്. മേ ബി അതുമാകാം. പിന്നെ ഇവർ ഇതിന്റെ ഈ ഒരു ബോട്ടിലിൽ നമുക്ക് ഈ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നോട്ട്സോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഇവരുടെ ആ ഒരു കവറിൽ മാത്രമേ ഉള്ളൂ. എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആ കവർ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ChatGPTയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളത് എന്നുള്ളത്. സോ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡൾ ലുക്കിംഗ് സ്കിൻ, നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. അൺഈവൻ സ്കിൻ ടോണിന് ഓഫ് കോഴ്സ് നയാസിനമൈഡ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നോർമൽ, ഡ്രൈ ഓർ കോമ്പിനേഷൻ സ്കിന്നിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാം. സെൻസിറ്റീവ് സ്കിന്നുകാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ
ബിഫോർ പാച്ച് ടെസ്റ്റ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ കയറി അപ്ലൈ ചെയ്യരുത്. ഇനി ലാർജ് പോഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നയാസിനമൈഡ് സെറം യൂഷ്വലി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോലും ചില സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അതായത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ വേഗം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്ന് വിചാരിക്കുക, പക്ഷെ എക്സ്ട്രീം ഡ്രൈ അല്ല. അങ്ങനെ വരുന്ന കേസിൽ നിങ്ങളൊരു ഓൾ സ്കിൻ ടൈപ്പിനുള്ള ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്കിന്നിനെ ഒന്നും പറ്റാണ്ട് നോർമൽ ആയിട്ട് പോകാം, നിങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനെ കുറച്ചൊന്ന് ഡ്രൈ ആക്കാം. അതായത് നിങ്ങളുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ്, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രീം ഡ്രൈ ആയി. ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് കട്ട് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിന്റെ കൂടുതൽ ഹൈഡ്രേഷൻ, അതായത് മോയ്സ്ചർ കണ്ടന്റിനെ നിങ്ങളുടെ ഫേസിൽ ലോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മോയ്സ്ചറൈസർ കൂടെ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ സൺസ്ക്രീൻ കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന ഒരു സംഗതി നിങ്ങൾ യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ ഇത്ര രൂപയ്ക്ക് മേടിച്ചാണ്, എന്നാൽ പിന്നെ കൂടുതൽ കുറച്ച് യൂസ് ചെയ്തേക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ ഫേസ് ആണ് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി അതായത് ഡ്രൈ ആക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും. നിങ്ങളുടെ ഫേസിന് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ നമ്മളെ പിടിച്ച് പെട്ടെന്ന് ഒരാൾ മൂക്കുമായും പൊത്തി വെച്ചാൽ നമുക്ക് ഭയങ്കര പാടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും. സോ കൺസിഡർ ചെയ്യുക നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും ഇടുമ്പോൾ അത് നമുക്ക് തരുന്ന സാധനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്ത് റെസ്പോണ്ട് ചെയ്യുക. ഇനിയിപ്പോൾ ആക്നീസ് വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ആ സാധനം സ്റ്റോപ്പ് ചെയ്യണം. അല്ലാണ്ട് ഒരു ആക്നിയിലേ വന്നുള്ളൂ, നാളെ നോക്കാം, ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കില്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മളിപ്പോൾ ഒരു ഗുളിക ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ പോലും ഡോക്ടറെ കണ്ട് നമ്മളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ സാധനം ഇൻടേക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് കഴിച്ചാൽ ഇനി വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് പോയി ChatGPT ചോദിച്ചു ഈ ഗുളിക കഴിച്ചാൽ ഇതിന്റെ സൈഡ് എഫക്ട് എന്താണ്. അപ്പോൾ അവർ പറയുന്നത് നോസി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ വരാൻ ചാൻസസ് ഉണ്ട്, റാഷസ് വരും എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനിത് കഴിക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിൽ കഴിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ നോസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമല്ലോ നിങ്ങൾ എന്താ കഴിക്കണമെന്ന്, അപ്പൊ നിങ്ങൾ നോക്കിക്കോ. പക്ഷെ ഒരു ട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ വേണം. ഓക്കെ ഈ സാധനം കഴിച്ചാൽ അല്ലെങ്കിൽ ഈ സാധനം യൂസ് ചെയ്താൽ എനിക്ക് ബെറ്റർ ആകും എന്നുള്ളൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ ഈ ഒരു പേടി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവമേ കുരു വരുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു സാധനം നിങ്ങളുടെ ഫേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അത് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉൾട്ടയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. സോ 2 നയാസിനമൈഡ് സെറം എന്റെ കയ്യിലുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്, പക്ഷേ ഇതും നല്ലതാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതും നല്ലതാണ്, ബെറ്റർ റിസൾട്ട്, ഫാസ്റ്റ് റിസൾട്ട് ഇതാണ്. രണ്ടിനും റിസൾട്ട് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ക്യൂട്ട് ഇതാണ്, ഇതത്ര ക്യൂട്ട് അല്ല. പിന്നെ പ്രൈസ് വൈസും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 599 രൂപയാണ്. എപ്പോഴും തന്നെ ഇതിന് ഓഫർ ഉണ്ടാകും. ആമസോണിൽ എപ്പോഴും ഓഫർ ഉണ്ടാകും, ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും ഓഫർ ഉണ്ടാകും, നൈക്കയിൽ എപ്പോഴും ഓഫർ ഉണ്ടാകും. സോ നമുക്ക് .&Keindia കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. സ്ട്രോബെറി സെറം എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് 497 രൂപയാണ് ഇതിനകത്ത് പ്രൈസ് കാണിക്കുന്നത്. ഇതിന്റെ എക്സാക്ട് പ്രൈസ് എന്ന് പറയുന്നത് സെയിം തന്നെ 599 രൂപയാണ്. രണ്ടും MRP 599 രൂപയാണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ. ഞാൻ ഇതിന്റെ റിവ്യൂ ആണ് ആക്ച്വലി ഇപ്പൊ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവാത്തതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഇതും കൂടെ പറയണം തോന്നിയത് കൊണ്ടും ഞാനിത് പറഞ്ഞു പോയതാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അല്ലെങ്കിൽ റിവ്യൂ സെക്ഷനിൽ ഇത് കാണും, നമ്മുടെ ഹോം പേജിൽ ഇതിന്റെ റിവ്യൂ ഉണ്ടാകും, ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. അപ്പോ ഇതിനടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ 599. ഫൈൻ ഓക്കെ. അപ്പോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ കണ്ടന്റ്സ് ഞാൻ എല്ലാ വീഡിയോസും ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി റിലേറ്റഡ് മാത്രമല്ല, മേക്കപ്പ് ചെയ്യാറുണ്ട്, ബിക്കോസ് ഐ എം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതുപോലെ വ്ളോഗ്സ് ചെയ്യാറുണ്ട്, അല്ലാത്ത കണ്ടന്റ്സ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. സീരീസ് ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അതായത് സ്റ്റോറി പോലെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി വെച്ചിട്ട് നറേഷൻ പോലെ കഥ പറയുന്ന രീതിക്ക് തന്നെ നോർമൽ സീരീസ് പോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം, നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവുക. നമ്മുടെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കണ്ടിട്ട് കമന്റ്സിലൂടെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.